എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് +2 കെമിസ്ട്രി ക്ലാസ്സിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഹലൈഡുകൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടുകളെ പറ്റിയും ഫോസ്ഫറസ് ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന PCl3, PCl5 ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഹാലജൻ പരസ്പരം കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളും മറ്റൊന്ന് ഫോസ്ഫറസിന്റെ ക്ലോറൈഡുകൾ എന്നറിയപ്പെടുന്ന PCl3, PCl5. ഓക്കെ, അപ്പൊ അതിലാദ്യം നമുക്ക് ഹാലജന്റെ കാര്യം നോക്കാം. അപ്പൊ നമുക്കറിയാം ഹാലജനായിട്ട് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പൊ അതില് ഈ Cl-ഉം F-ഉം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതിൽ നമുക്ക് ClF എന്ന് എഴുതാം. അതുപോലെ തന്നെ Cl-ഉം F-ഉം കൂടെ തന്നെ കമ്പൈൻ ചെയ്തിട്ട് ClF3 ഉണ്ടാക്കാം. പിന്നെ BrF-ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് BrF5 ഉണ്ടാക്കാം. പിന്നെ IF-ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് IF7 ഉണ്ടാക്കാം. അപ്പോൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളുടെ ചില എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് ഹാലജൻസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്ന് പറയേണ്ടത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ വേറെ എക്സാമ്പിൾ ഉണ്ട്. ഉദാഹരണം ICl, ഇതേ കാറ്റഗറിയിൽ വരുന്ന ICl, ICl3, ICl5 ഇങ്ങനെ ഇഷ്ടം പോലെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയരുത്. ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് മാത്രമേ തൽക്കാലം പറയാവൂ. അപ്പൊ ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ICl അല്ലെങ്കിൽ ClF വരയ്ക്കുന്ന സമയത്ത് വേറെ പോസിബിലിറ്റി ഇല്ല. നമുക്ക് ഇങ്ങനെ ലീനിയർ ആയിട്ട് വരയ്ക്കാം. ClF3 നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം +1 BS-EPR തിയറി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ClF3യുടെ ഷേപ്പ്. ClF3 SF4 നമ്മളുടെ ഷേപ്പ് പറഞ്ഞതാണ്. ആ ClF3യുടെ ഷേപ്പ് നിങ്ങൾക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അത് ഇതുപോലെ ClF3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, 3 ബോണ്ടുകളുണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇക്വറ്റോറിയൽ പൊസിഷനിൽ അറേഞ്ച് ചെയ്തുണ്ടാകുന്ന T ഷേപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. T ഷേപ്പ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ BrF5, അതും നിങ്ങൾ അവിടെ BS-EPR തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. BrF5ന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് Br എഴുതി, പിന്നെ 4 ഫ്ലൂറിൻ F 4 ഫ്ലൂറിൻ കാണിച്ചു. അപ്പൊ സ്ക്വയർ ആയി. ഇനി മുകളിലോട്ട് ഒരു ഫ്ലൂറിൻ കാണിച്ചു. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആയി മാറി. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് ഇതിന്റെ കൂടെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആണ്, പിന്നെ ഒരു പിരമിഡൽ ഷേപ്പ് അവിടെ ഉണ്ട്. സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്ക്വയർ പിരമിഡൽ. പിന്നെ അതുപോലെ തന്നെ IF7ന്റെ കാര്യം നോക്കുന്ന സമയത്ത് I എന്ന് എഴുതുക. 5 ഫ്ലൂറിൻ ആറ്റത്തിനെ ഒരു പ്ലെയിനിൽ കാണിക്കാം. F. 5 ഒരു പ്ലെയിനിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഷേപ്പിന്റെ പേര് പെന്റാഗണൽ എന്ന് പറയാം. പെന്റാഗണൽ. ഇനി 2 ഫ്ലൂറിൻ അവശേഷിച്ചിട്ടുണ്ട്. അതിലൊന്ന് മുകളിലോട്ട് എഴുതി കാണിക്കാം, ഒന്ന് താഴോട്ട് എഴുതി കാണിക്കാം. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു പിരമിഡ് മുകളിലോട്ടും ഉണ്ട്, ഒരു പിരമിഡ് താഴോട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ 2 പിരമിഡുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ബൈ പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. ബൈപിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. ഓക്കെ, IF7ന്റെ ഷേപ്പ് ചോദിച്ചാൽ നമുക്ക് പെന്റാഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. ClFന്റെ ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ലീനിയർ ആണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളെ പറ്റിയാണ്. ഇന്റർ ഹാലജൻ. അപ്പൊ എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയാൻ അറിയാം, ഹാലജൻസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടുകളെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകൾ എന്ന് പറയേണ്ടത്. അപ്പൊ ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ലീനിയർ ഷേപ്പ് ഉണ്ട്, T ഷേപ്പ് ഉള്ള ആൾക്കാർ, സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ഉള്ള ആൾക്കാർ,
പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പുള്ള ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ രീതി പറഞ്ഞാൽ ആദ്യത്തെ ഹാലജനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ രണ്ടാമത്തെ ഹാലജനെയും എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഈ ടൈപ്പ് എക്സ് ടൈപ്പ് ആണെന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ ഹാലജൻ എക്സ് ആണ്, രണ്ടാമത്തത് എക്സ് ആണെങ്കിൽ ഇത് XX3 ടൈപ്പ് ആണെന്ന് പറയാം. ഇത് അതുപോലെ തന്നെ XX5 ആണ്, ഇത് XX7 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് പറഞ്ഞു വന്ന കാര്യം ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളെ പറ്റിയാണ്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഹാലജൻസ് പരസ്പരം ചേർന്നിട്ടുണ്ടാകുന്ന ഡിഫറെന്റ് ഹാലജൻസ് പരസ്പരം ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ വിളിക്കേണ്ട പേരാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്. ഇനി ഒരു പുതിയ പോയിന്റ് അതിന്റെ കൂടെ പറയാം. അത് വേറെ ഒന്നുമല്ല, ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഹൈലി റിയാക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ വീക്ക് ബോണ്ടുകളാണ്. വീക്ക് ബോണ്ടുകൾ ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അവർ പരസ്പരം റിയാക്റ്റീവ് ആണ്, പെട്ടെന്ന് വീക്ക് ബോണ്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ചോദ്യം അവിടെ വന്നു, എന്തുകൊണ്ട് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഹൈലി റിയാക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അവിടെ വീക്ക് ബോണ്ടുകളുടെ പ്രസൻസ് ആണെന്ന് പറയണം. ഇനി ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 4 ഹെഡിങ്സ് പറയാം. എക്സ് ടൈപ്പ്, XX3 ടൈപ്പ്, XX5 ടൈപ്പ്, XX7 ടൈപ്പ്. ഇനി XX7 ടൈപ്പിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ IF7 പറയാം, ഷേപ്പ് പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പ് പറയാം. XX5 ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് BRF5 എഴുതാം, അത് സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ്. XX3ക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ CLF3 ആണ്, അതിന്റെ ഷേപ്പ് T ഷേപ്പ് കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ XX ടൈപ്പിന് എക്സാമ്പിൾ ആയിട്ട് CLF-ഉം ICL-ഉം IF ഒക്കെ എഴുതാം, അതിന്റെ ഷേപ്പ് ലീനിയർ ഷേപ്പ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് എല്ലാ മെത്തേഡുകളും. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. ഉദാഹരണം CLF3 ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് CLF3 ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാം. Cl2 + F2 CLF3 എഴുതാം. BRF5 ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, Br2 + F2 BRF5 എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് എന്താണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് മനസ്സിലാക്കി, അതിന്റെ ക്ലാസിഫിക്കേഷൻ അറിയാം, അതിന്റെ ഷേപ്പിനെ പറ്റി നമുക്ക് ധാരണയുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് അറിയാം. ഇനി പ്രിപ്പറേഷൻ മെത്തേഡ് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് അത് ഡയറക്റ്റ് കോമ്പിനേഷൻ മെത്തേഡുകൾ മാത്രമേ നമുക്ക് ഇക്വേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കോമ്പിനേഷൻ മെത്തേഡുകൾ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇന്ന് പറയാൻ അവശേഷിക്കുന്ന അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഫോസ്ഫറസിന്റെ ഹാലൈഡുകളെ പറ്റിയാണ്. അപ്പൊ അതോട്ട് നോക്കാം. ഫോസ്ഫറസിന്റെ ഹാലൈഡ്സ് 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് PCl3, മറ്റൊന്ന് PCl5. ഇനി PCl3യുടെ പ്രിപ്പറേഷൻ ആയാലും PCl5ന്റെ പ്രിപ്പറേഷൻ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോസ്ഫറസിന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ രണ്ടിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇക്വേഷൻ എഴുതുമ്പോൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് തന്നെയാണ്. പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഫോസ്ഫറസിന്റെ പ്രത്യേകത P4 ആണ് അറ്റോമിസിറ്റി, പ്ലസ് ക്ലോറിൻ PCl3 എന്ന് എഴുതണം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. അതുപോലെ തന്നെ PCl5ന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ചോദിച്ചാലും ഇത് തന്നെ എഴുതാം, P4 + Cl2 PCl5. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം PCl3 എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയും ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം PCl5 എന്ന് പറയാം. എന്നിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഒരു ഉദാഹരണം, ഇവിടെ 4 കൊടുക്കാം, 4 ഇവിടെ കൊടുത്തു, 4 5 20 ഉണ്ട്, 20 ആകുമ്പോൾ ഇവിടെ 10 Cl2 കൊടുത്ത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ 4 ഇവിടെ 4 കൊടുത്തു, 4 3 12 ആണ്, 12 ആകുമ്പോൾ 6 കൊടുത്ത് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ആ ബാലൻസിംഗിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി സ്റ്റേറ്റ്മെന്റും മെത്തേഡും ഒന്ന് തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഇനി അടുത്ത രണ്ടാമതൊരു മെത്തേഡ് PCl3 ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് P4ന്റെ കൂടെ SOCl2 ആഡ് ചെയ്താൽ PCl3 ഉണ്ടാക്കിയെടുക്കാം, പ്ലസ് സൾഫർ ഡയോക്സൈഡ് പ്ലസ് S2Cl2 അവിടെ ഫോം ചെയ്യുന്നു. ഇനി അതേസമയം PCl5 ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവിടെ ഫോസ്ഫറസിന്റെ കൂടെ അവിടെ SO2
Cl2 എന്നറിയപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ SOCl2 ആണ് ഉപയോഗിച്ചത്, അവിടെ SO2 Cl2 ആണ് ഉപയോഗിച്ചത്. ഈസ് ബാക്കി PCl5 ബൈ പ്രോഡക്റ്റും അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡ് രണ്ട് മെത്തേഡുകൾ പറഞ്ഞു. ഒന്നാമത്തെ മെത്തേഡ് കോമൺ ആണ്, ഫോസ്ഫറസിന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്താൽ PCl3 കിട്ടുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്താൽ PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ഫോം ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഫോസ്ഫറസിന്റെ കൂടെ തയോണിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ SOCl2 ആഡ് ചെയ്താൽ നമുക്ക് PCl3 കിട്ടുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ കൂടെ SO2 Cl2 ആഡ് ചെയ്താൽ PCl5 കിട്ടുന്നുണ്ടെന്ന് പറയണം. അപ്പൊ അങ്ങനെ രണ്ട് മെത്തേഡുകൾ പറയാം. ഇനി പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കിയാൽ PCl3യെ ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നത് H3PO3 എന്നറിയപ്പെടുന്ന ഫോസ്ഫറസ് ആസിഡും HCl ആണെങ്കിൽ PCl5നെ ഹൈഡ്രോളിസിൽ കിട്ടുന്നത് H3PO4 എന്നറിയപ്പെടുന്ന ഫോസ്ഫോറിക് ആസിഡും HCl ആണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി നമ്പർ 1 അതാണ്. PCl3യെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് ആസിഡ് കിട്ടുന്നുണ്ട്, അതേസമയം PCl5നെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് ഫോസ്ഫോറിക് ആസിഡ് കിട്ടുമെന്ന് പറയണം. ഇനി അടുത്ത് നമുക്ക് ഷേപ്പിനെ പറ്റി പറഞ്ഞാൽ PCl3യുടെ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് പിരമിഡൽ ഷേപ്പ് ആയിട്ട് പറയാമെങ്കിൽ PCl5ലാണെങ്കിൽ അത് PCl ട്രൈഗണൽ, പിന്നെ മുകളിലോട്ടൊരു പിരമിഡ്, താഴോട്ടൊരു പിരമിഡ്. അപ്പൊ അങ്ങനെ ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആയിട്ടാണ് അതിന്റെ ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇത് പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം, ഇത് അതേസമയം ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. ഇനി ഈ ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പിന്റെ പ്രത്യേകത അതിന്റെ രണ്ട് ബോണ്ടുകൾ, ആക്സിയൽ ബോണ്ടുകളുടെ നീളം അല്പം കൂടുതലുണ്ട്. ആക്സിയൽ ബോണ്ടുകളുടെ ഈ സിഎലിന്റെ ബോണ്ടുകളുടെ നീളം കൂടുതലുണ്ട് മറ്റതിനേക്കാളും. ഇക്വറ്റോറിയൽ പൊസിഷനിലെ ബോണ്ടിനേക്കാളും ആക്സിയൽ ബോണ്ടുകളുടെ നീളം കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ PCl5 എന്നുള്ളത് പെട്ടെന്ന് തന്നെ അത് PCl3 ആയിട്ടും Cl2 ആയിട്ടും മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പറയാം. PCl5 ഡീകമ്പോസ് ചെയ്യുന്നു, ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് PCl3യും Cl2 ആയിട്ട് വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ PCl5ന്റെ പ്രത്യേകത അതിന്റെ ഷേപ്പ് നോക്കുന്ന സമയത്ത് ട്രൈഗണൽ ബൈപിരമിഡൽ ആണെങ്കിലും ഇക്വറ്റോറിയൽ പൊസിഷനിലെ ബോണ്ടിനേക്കാളും ഇലോങ്ങേഷൻ ഉണ്ട് ആക്സിയൽ പൊസിഷനിലെ രണ്ട് ക്ലോറിൻ ബോണ്ടുകൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് ക്ലോറിൻ ബോണ്ടുകൾ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നെന്ന് ഓർമ്മ വേണം. ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത് സോളിഡ് സ്റ്റേറ്റ് ആകുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റിലെ PCl5 PCl4 പ്ലസ് ആയും PCl6 മൈനസ് ആയും എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ PCl4ന്റെ പ്രത്യേകത അത് ടെട്രാഹെഡ്രൽ ഷേപ്പും PCl6ന്റെ പ്രത്യേകത ഒക്ടാഹെഡ്രൽ ഷേപ്പുമായിട്ട് കാണുന്നു എന്ന് പറയണം. അത് പുതിയ പോയിന്റ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റിനകത്ത് PCl5ന്റെ പ്രത്യേകത അത് PCl4 ആയും PCl6 ആയും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോൾട്ടിന്റെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ, ശരി. അപ്പൊ രണ്ടാം ഭാഗം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. രണ്ടാം ഭാഗം ഫോസ്ഫറസ് ഹാലൈഡുകളെ പറ്റിയാണ്. ഫോസ്ഫറസ് ഹാലൈഡിൽ ആദ്യത്തെ ആണ് PCl3യുടെ പ്രിപ്പറേഷൻ പറയാൻ പറഞ്ഞാൽ ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം PCl3 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുക. രണ്ടാമതെണ്ണം ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് SOCl2 ടു ഫോം PCl3 എന്ന് പറഞ്ഞ് ആ ഇക്വേഷനും എഴുതാം. അടുത്ത പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ PCl3 ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് ആസിഡ് കിട്ടുന്നുണ്ട്. ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പിരമിഡൽ ഷേപ്പ് ആയിട്ട് വരച്ച് കാണിക്കാം. ഇനി PCl5ലേക്ക് വന്നാൽ അവിടെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ ഒന്ന് P4 റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം PCl5 എന്ന് പറയാം. രണ്ടാമതൊരു മെത്തേഡ് ഫോസ്ഫറസിന്റെ കൂടെ SO2 Cl2 ആഡ് ചെയ്താൽ നമുക്ക് PCl5 കിട്ടുന്നു എന്ന് പറയണം. ഇനി അടുത്ത പ്രോപ്പർട്ടി ചോദിച്ചാൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ PCl5ന് ഹൈഡ്രോളിസിൽ കിട്ടുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാച്ച് ചെയ്ത് ചോദിക്കാം. PCl3 ആണെങ്കിൽ ഹൈഡ്രോളിസിലൂടെ ഫോസ്ഫറസ് ആസിഡ് കിട്ടുന്നുവെങ്കിൽ PCl5ന് ഹൈഡ്രോളിസിലൂടെ നമുക്ക് ഫോസ്ഫോറിക് ആസിഡ് കിട്ടുന്നു പറയാം. ഇനി ഇതിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ അത് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണ്. ആ ഷേപ്പ് വരയ്ക്കാൻ പഠിക്കണം. അത് കൂടാതെ PCl5 ബ്രേക്ക് ചെയ്തിട്ട് PCl3യും Cl2 ആയി മാറാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ രണ്ട് ബോണ്ടുകളുടെ ആക്സിയൽ പൊസിഷൻ രണ്ട് ബോണ്ടുകളുടെ ഇലോങ്ങേഷൻ കൂടുതലാണെന്ന് പറയാം. ഇനി മറ്റൊരു പോയിന്റ് സോളിഡ് സ്റ്റേറ്റിന്റെ പ്രത്യേകത. സോളിഡ് സ്റ്റേറ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് PCl4 പ്ലസും PCl6 മൈനസും ആയിട്ടാണ്. പിന്നെ അത് ടെട്രാഹെഡ്രലിന്റെ ഒക്ടാഹെഡ്രലിന്റെ സ്ട്രക്ചറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളും ഫോസ്ഫറസ് ഹാലൈഡുകളും നന്നായി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.